എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. എന്താ നമ്മൾ ആക്ച്വലി എത്ര വർഷം സ്നേഹിച്ചിട്ടാ കല്യാണം കഴിച്ചത്? 10 വർഷം. ഈ 10 വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 1 വർഷം കഴിഞ്ഞു. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാ? അപ്പൊ ആക്ച്വലി 10 വർഷം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 10 വർഷമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്ന? 10 വർഷവും ജീവിച്ച ജീവിതം ആയിരുന്നില്ല കല്യാണത്തിന് ശേഷമുള്ള ഒരു ജീവിതം. ഈ 11ാമത്തെ വർഷം എത്തുമ്പോ എന്താ സംഭവിച്ചത് നമുക്കൊന്ന് കണ്ടാലാ? വന്നേ നമുക്ക് നോക്കാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിക്ക് നീ ഐസ്ക്രീം ഫ്രിഡ്ജ് വെക്കാൻ പോവാണ്. എന്ത് പണിയായി കാണിക്കാൻ പോണ? എടാ പിന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിലല്ലാതെ അടുപ്പത്ത് വെക്കാനൊന്നും പറ്റത്തില്ല. എടാ വണ്ടിയുടെ അകത്തുനിന്നല്ലാതെ പൊക്കത്ത് കയറുന്ന ഡോർ അടക്കണം. നിനക്ക് എന്തെങ്കിലും വട്ടാണ്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താണ് വെച്ചു നിനക്ക്? അഴയില്ലാതെ നിന്റെ തലയിൽ ഇരിക്കാൻ പറ്റുമോ? നിന്റെ പ്രശ്നം നിന്നെ കൊണ്ട് ഞാൻ തോറ്റേ. വെളിയിലിറങ്ങിയ പറയുന്നേക്ക്, വെളിയിലിറങ്ങ്. കല്യാണം കഴിയുന്ന വേറെ എത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായതെന്നാണ് പെൺകുട്ടി മനസ്സിലാക്കിയത്. പിന്നെ അനുഭവിച്ചോട്ടാ. പ്രശ്നേഷേട്ടന്റെ കുറച്ച് പ്രശ്നങ്ങളൊന്ന് കേട്ടോക്കാം. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് പരിഹരിച്ചു കൊടുക്കാലോ. കേൾക്കാം. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മളിപ്പോ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സെറ്റ് ആയത്. വർഷം വേണ്ടി വന്നു നല്ലപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി ഒന്ന് സിങ്ക് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. 10 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാർക്ക് പിന്നെ 1 കൊല്ലം കൂടി കഴിയേണ്ടി വന്നത്രേ ഒന്ന് സിങ്കായിട്ടൊന്ന് മുന്നോട്ട് പോവാ. വല്ലാത്ത അവസ്ഥ. ഒരു പ്രത്യേക ജീവിതല്ലേ. ഓക്കെ, എന്താണ് ആ 1 വർഷം കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. നിക്ക് നീ ഐസ്ക്രീം ഫ്രിഡ്ജ് വെക്കാൻ പോവാണ്. എന്ത് പണിയാടി കാണിക്കാൻ പോണ? എടാ പിന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിലല്ലാതെ അടുപ്പത്ത് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് എങ്ങനെ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോക്സ് ഒടുക്കനെ കൊണ്ടുപോയിട്ട് ഒരു തിളച്ച വെള്ളത്തിലിടുക. ആ വെള്ളം എന്നുള്ള സാധനം മാറ്റിയിട്ട് അത് സാനിറ്റൈസർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നേഷേട്ടന് അത് കുറച്ചും കൂടി സന്തോഷമാവും കേട്ടോ. ഇങ്ങോട്ട് വന്നേടി, ഐസ്ക്രീം അടുപ്പത്ത് വെക്കാൻ പോണെന്ന് ഞാൻ പറഞ്ഞ. എടി, ഒന്നാമത്തെ കാര്യം ഇത് നമ്മളൊരു മാളിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാണ്. അതിന് കൊടുത്തി കിട്ടിയ തെർമൽ പേപ്പറിന്റെ ബില്ലാണിത്. അപ്പൊ ഇത് എന്തായാലും നല്ല രീതിയിൽ കെമിക്കലാണ്, ക്യാൻസറസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് കൂട്ടത്തിയിരുന്ന സാധനം ആയതുകൊണ്ട് ഇത് നമ്മൾ ചുമ്മാ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റാൻ പാടില്ല. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. മാത്രമല്ല ഒരു മാളിൽ നിന്ന് ഇതൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് എത്ര പേര് ആ ഫ്രീസറിനകത്ത് കൈയിട്ട് എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് പോണേന്നറിയാം. അപ്പൊ എല്ലാവരും കയ്യിലെ കണ്ടാമിനേഷൻ ഇതിന്റെ പുറത്തുണ്ടാവും. എല്ലാവരും കഴിയുമ്പോഴത്തേക്കും കണ്ടൻമെന്റ് സ്റ്റേഷൻ ആ സാധനത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എന്താ ചെയ്യേണ്ടതെന്ന് ചേട്ടൻ പറഞ്ഞുതരും കേൾക്കാം. നമ്മൾ കൈയും കഴുകിയിട്ടുണ്ട്, ഈ കാണുന്ന കത്തിയും കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് നൈസായിട്ട് തുറന്നു വിടാം. എന്നിട്ട് നമുക്ക് വൃത്തിയുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങെടുത്ത് മാറ്റാം. ഞാനൊരു വലിയ സംഭവം അല്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് പിടിക്കാൻ പാടില്ല. നൈസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടാ. അല്ല, ഒരു ഡൗട്ട് ചോദിക്കണമെന്ന് വിചാരിക്കരുത്. നിങ്ങളെ വീട്ടിലത്തെ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഈ സാനിറ്റൈസറിൽ ഇട്ട് തന്നെയാണോ കഴുകാറ്? ഫുൾ ഐസ്ക്രീം നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ കവറും അതുപോലെ തന്നെ കത്തിയൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്ന് കൈ കഴുകിയിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇനിയിപ്പോ നല്ലൊരു പാത്രത്തിനകത്തോട്ട്, അതായത് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ ഐസ്ക്രീം മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുവാണേ. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഓൾറെഡി അത് ആ ഒരു പാത്രത്തിൽ സാനിറ്റൈസറിൽ മുക്കി കൊടുത്തിട്ട് അതിൽ ഒഴിച്ചാൽ പോരായിരുന്നില്ല? നന്നായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് കൊറേയൊക്കെ അലുത്തു പോയി കേട്ടോ. അടിപൊളി, നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ഐസ്ക്രീം. നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉള്ള നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ചില അണുക്കളൊക്കെ വയറ്റി പോയാൽ മെന്റലി തകരാറ് വരും എന്നുള്ളത്. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊടിക്കുക.